ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രണോസ്വൽ 3.0. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ് ഗൈസ്. ഞാൻ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു ടാബാണ് ഗൈസ്. ടാബ് എന്ന് പറയുമ്പോൾ ലെനോവോ ഐഡിയ ടാബാണ് ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. ഞാനത് അൺബോക്സിംഗ് ചെയ്യാൻ മാത്രമല്ല, അൺബോക്സിംഗ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യും. അതും ഞാനിപ്പം 20 ദിവസം ആ ടാബ് യൂസ് ചെയ്ത് അതിൻ്റെ ഓണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ ടാബ് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കണം. ഇതിന്റെ ഫീച്ചേഴ്സും ഡിസഡ്വാൻറ്റേജും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഫുള്ള് വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ടാബ് വരുന്ന ഇതുപോലത്തെ ഒരു ബോക്സിലാണ് ടാബ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് തന്നെ ലെനോവോ ഐഡിയ ടാബ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ബാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അൺബോക്സിങ് വെച്ചിട്ടുണ്ട് ടാബ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ടാബ് കാണും. പിന്നെ ഇവിടെ നമ്മൾ ഇതിന്റെ മാനുവല്, ഇതിന്റെ ഇത് ഈ ടാബ് തന്നെ പല വേരിയന്റിലുണ്ട്. സ്റ്റൈലിഷ് പെന്നുള്ളതുണ്ട്, സിം കാർഡ് 5G സപ്പോർട്ട് ചെയ്യുന്നതുണ്ട്, പല വേരിയന്റ് ഉണ്ട്. ഞാൻ ഇപ്പം വാങ്ങിച്ചിട്ടും വൈഫൈ ഉള്ള മോഡലാണ്. അപ്പം അതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റും, നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സ്പേസ്. അപ്പം അതിനു വേണ്ടി സിം എഡിറ്റർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നീട് ഇതിന്റെ സേഫ്റ്റിയും വാറന്റി ഗൈഡും എല്ലാം ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ലെന്നല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഈ കമ്പാർട്ട്മെന്റിൽ ഇതിന്റെ ചാർജറും ഇതൊക്കെയാണ് വരുന്നത്. ഗൈസ്, ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത്. ലെനോവോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് കേബിൾ വരുന്നത്. ഗൈസ്, ഇതാണ് ടാബ്. ഇതിന്റെ ഇവിടെ ഒരു 8 MB ഒരു ക്യാമറയാണ് ഇവിടെ വരുന്നത്. ഈ കളർ ഒരു ഗ്രേ ആണ് ഇതിന്റെ ഒരു കളറ്. നമുക്ക് ഇതിൽ വരുന്നത്, ഇതിൻ്റെ അകത്ത് 4 സ്പീക്കേഴ്സാണ് വരുന്നത് മൊത്തമായിട്ട്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇതില് ഒരു സ്പീക്കർ അപ്പ് ബട്ടണും ഒരു സ്പീക്കർ ഡൗൺ ബട്ടണും ഉണ്ട്. പിന്നെ ഒരു പവർ ഓൺ ബട്ടണും പിന്നെ മൈക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സിം കാർഡ് മീൻസ് സിം കാർഡ് ഉള്ള വാരന്റിൽ സിം കാർഡ് ഇടാനും അല്ലാത്ത വാരന്റിൽ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഈ 3 ഡോട്ട് എന്നാണ് നമ്മുടെ ലെനോവോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെലോ കീബോർഡ് എന്ന് പറഞ്ഞ കീബോർഡ് ഉണ്ട്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പിന്നാണ്. സോ പിന്നെ ഇവിടെ ക്യാമറ വരുന്നുണ്ട്, സെൽഫി ക്യാമറ. ടാബിന്റെ അൺബോക്സിംഗ് എല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിന്റെ റിവ്യൂസ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലോട്ട് നടക്കാം. പിന്നെ ഇതിൽ തന്നെ കുറെ വേരിയന്റ് വരുന്നുണ്ട്. പക്ഷെ എല്ലാ വേരിയന്റിലും 8GB റാമും 256GB സ്പേസുമാണ് എല്ലാ വേരിയന്റിലും വരുന്നത്. അപ്പോൾ ഇതിന്റെ നല്ല പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഇതില് 11 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 2K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. പിന്നെ ഇതിന്റെ ചാർജിംഗിലേക്ക് വന്ന ചാർജിംഗ് കപ്പാസിറ്റി 740 mAh ആണ് ഇതിന്റെ ചാർജിംഗ് കപ്പാസിറ്റി. പിന്നെ ഇത് 20 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷേ നമ്മുടെ ലെനോവോ ബോക്സിന്റെ കൊടുക്കുന്ന 80 വാട്ടിന്റെ ചാർജറാണ് ബോക്സിന്റെ കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ ക്യാമറയിലോട്ട് നമ്മൾ വന്നാൽ, ഇതിന്റെ ക്യാമറ ഇതില് ഒരു സെൽഫി ക്യാമറയും ഒരു ബാക്ക് ക്യാമറയും ഉള്ളൂ. ഇതില് സെൽഫി ക്യാമറ 5 MBയും ബാക്ക് ക്യാമറ 8 MBയും ആണ് ഇതിന്റെ ക്യാമറയുടെ ഇത് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇത് ക്യാമറയ്ക്ക് പറ്റിയ ടാബല്ല. ക്യാമറ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ഈ ലെനോവോ ഐഡിയ ടാബ് എന്ന് പറഞ്ഞ ടാബ് നിങ്ങൾക്ക് പറ്റിയതല്ല. കാരണം ഇതിൽ ഒരു അത്യാവശ്യം ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഡോക്യുമെന്റോ എന്തെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനോ അതിന് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സോ വീഡിയോ കോളോ എന്തെങ്കിലും ചെയ്യാം, അത്രയും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ വേറെ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ക്യാമറ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഒരു ടാബ് എടുക്കുന്നത്, ലെനോവോ ഐഡിയ ടാബ് എടുക്കുന്നെങ്കിൽ അത് തികച്ചും ഇതായിരിക്കും. കുറെ വേരിയന്റ് ഉണ്ട്. സ്റ്റൈലിഷ് പെന്നുള്ളതുണ്ട്, വൈഫൈ ഉള്ളതുണ്ട്, 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കുറെ വേരിയന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൊസസർ എന്ന് പറഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡെൻസിറ്റി 6300 ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് ഗെയിമും കളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ അത്യാവശ്യം നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ടാബാണ് ഇത്. പിന്നെ ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ക്യൂട്ട് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 4 സ്പീക്കേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഗൈസ്. പിന്നെ നിങ്ങൾക്കൊരു ഇതില് ഹെഡ്ഫോൺ ജാക്കും കാണാൻ പറ്റുന്നതായിരിക്കും. അത് നമ്മുടെ താഴെ
കോർണറിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഡിസൈനാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈനാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഈ പ്രൈസ് റേഞ്ച്, ഇതിന്റെ കറക്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഗൈസ്, പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 21,999 പ്രൈസ്. ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ക്യാമറ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ക്യാമറ അല്ലാതെ പെർഫോമൻസ്, ഗെയിമിങ്ങിന്, എഡിറ്റിങ്ങിന്, പിന്നെ നോട്ട്സിന്, കാരണം നോട്ട്സിന് സ്റ്റൈലിഷ് പിന്നും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ AI ഫീച്ചേഴ്സ് ആയിട്ടുള്ള സർക്കിൾ ടു സർച്ചും പിന്നെ AI നോട്ടിങ്ങും എല്ലാം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇതൊരു AI സപ്പോർട്ടഡ് ഒരു AI ടാബാണ്. മീൻസ് നിങ്ങൾക്ക് AIയുടെ കുറേ ഫീച്ചേഴ്സ് ഈ ടാബിൽ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ AI അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടാബാണ് ലെനോവോ ഐഡിയ ടാബ്. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗെയിമിങ്ങിനും അത്യാവശ്യം സ്റ്റഡിയിങ്ങിനും എഡിറ്റിങ്ങിനും പറ്റിയ ഒരു ടാബാണ് ലെനോവോ ഐഡിയ ടാബ്. അതിനകത്ത് ഇത് ലോക്കായിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്ക്രീൻ ലോക്ക് ഇടാം, അല്ലാതെ നിങ്ങൾക്ക് ഫേസ് റെക്കഗ്നേഷൻ ലോക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അത്യാവശ്യം റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ അത്യാവശ്യം 800 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ബ്രൈറ്റ്നസ് ആണ് ഇത് വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുകയാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണ് എൻ്റെ ഒപ്പീനിയനാണ് ഇതിൽ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടത് ഇതിൻ്റെ എല്ലാ റിവ്യൂസും ഓൾറൗണ്ട് എല്ലാം ആണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ 20 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്ത് ഫേസ് അൺലോക്ക് ഓപ്ഷൻ ഉണ്ടെന്ന്. ബട്ട് അതിൽ നമ്മൾ ഇത് പാസ്വേഡ് നമ്മുടെ പാസ്വേഡ് അടിച്ച് കയറിയിട്ട് പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് ഫേസ് അൺലോക്കും പാസ്വേഡ് എല്ലാം നമുക്ക് ചെയ്യാം. ബട്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഫുൾ ഫേസ് അൺലോക്ക് ഓപ്ഷൻ പോവും. പിന്നെ നമ്മൾ പാസ്വേഡ് അടിച്ച് കയറിയാലേ വീണ്ടും ആ ഫേസ് അൺലോക്ക് ഓപ്ഷൻ വീണ്ടും വരുള്ളൂ. അത് ഇതിന്റെ ലെനോവോയുടെ സെക്യൂരിറ്റി ഇതാണോന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കൊരു അൺകംഫർട്ട് ഇതാണ്. നമുക്ക് എപ്പോഴും അല്ല, ഫേസ് അൺലോക്ക് ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പാസ്വേഡ് അടിച്ച് കയറിയാലേ പറ്റുള്ളൂ. അത് നമുക്കൊരു ഇതാണ്. സോ അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ട്, ക്യാമറ ആപ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഗാലറി ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് സേവ് ചെയ്യുന്നത് ഗൂഗിൾ ഫോട്ടോസിലാണ്. ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സേവ് ആവുന്നത്. ഇതിൻ്റെ അകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗാലറി ആപ്പ് ഇല്ല. സോ അതാണ് ഇതിൻ്റെ സെക്കൻഡ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ക്രോസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം മോട്ടറോള ഫോണാണെങ്കിൽ മോട്ടറോളയോ ഇല്ലെന്നോ റെഡ്മിയോ ഇത് രണ്ടുമാണെന്ന് തോന്നുന്നു ഈ ഫീച്ചർ എനേബിൾ ചെയ്യുന്നത്. ഈ ഫീച്ചറുള്ള ഡിവൈസ് ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാബിലോട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഷെയർ ചെയ്യാം, കോൾ കാസ്റ്റ്, അതായത് നിങ്ങൾക്ക് ഫോണിൽ വരുന്ന കോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ അറ്റൻഡ് ചെയ്യാം. മീൻസ് വാട്സപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് സാധാരണ നോർമൽ കോൾ ഇതിൽ കോൾ കാസ്റ്റിംഗ് ഫീച്ചറായി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ മോട്ടോറോളയും റെഡ്മി ഫോണിലെ ഇത് കണ്ടിട്ടുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ഫോണിൽ ഉണ്ടാകാൻ അറിഞ്ഞൂടാ. ഈ ഫീച്ചറുള്ള ഫോൺ ഇതിൽ സപ്പോർട്ടാണ്. മീൻസ് ഈ കോൾ കാസ്റ്റിംഗ് ഇന്റർനെറ്റ് ഷെയറിംഗ് സപ്പോർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് വ്യൂ ചെയ്യാൻ പറ്റും, ഫ്ലോട്ടിംഗ് വിൻഡോ ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് ലെനോവോ വാറ്റേജ് എന്ന് പറഞ്ഞ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ കാണും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ നെയിമും സീരിയൽ നമ്പറും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ വാറണ്ടി എത്ര നാൾ വരെ ഉണ്ട്, അതും AI ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട്, പിന്നെ സ്പേസ് ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട്, നോട്ടിഫിക്കേഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വൺ വിഷൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് നിങ്ങൾക്ക് ഈ ടാബിന്റെ എങ്ങനെ വിൻഡോ ഓപ്ഷനും സ്മാർട്ട് റൊട്ടേറ്റും വൺ വിഷൻ ബ്രിങ്സ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് ആനിമേഷനിലൂടെ കാണിച്ച് തരുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഈ ടാബിനെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൂടെങ്കിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ ഗൈഡ് കൊടുത്തിട്ടുണ്ട്, സർവീസസ് ഇതിൻ്റെ അകത്ത് തന്നെ
ഈ ലെനോവോ സർവീസും വാറന്റി നമുക്ക് ഇതിൻ്റെ അത്ര രജിസ്റ്റർ ചെയ്യാം. വല്ല ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. റിപ്പയർ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ലെനോവോ ഷോപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പെൻ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് പെന്ന് കൊണ്ട് നമുക്ക് പെന്നിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് മീൻസ് പെന്ന് ഓരോ പിന്നീട് ഫീച്ചേഴ്സ് പ്രഷർ സെൻസിങ്, അതുകൊണ്ട് ബട്ടൺ ഫീച്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അത് ഫിസിക്കൽ കീബോർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ലെനോവയുടെ ആ കീബോർഡ് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ബ്ലൂടൂത്തോ വയോഡോ ഏതെങ്കിലും കീബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ ഇതിൻ്റെ ആക്സസറീസ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. സോ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ വീഡിയോ ലാസ്റ്റ്. സോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയിൽ ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് PC മോഡ് ഉണ്ട്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കമ്പ്യൂട്ടർ PC എങ്ങനെയാണ് യൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് എനേബിൾ ചെയ്യാം. അതായത് കീബോർഡ് കണക്ട് ചെയ്യാം, PC മോഡിലോട്ട് എൻ്റർ ആവുന്നതും എക്സിറ്റ് ആവുന്നതും അതെല്ലാം നമുക്ക് ഫീച്ചേഴ്സ് അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് കീ മാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അത് പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ഗെയിംസും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ചിലത് കീബോർഡ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. മീൻസ് ചില നമ്മൾ ഗെയിം എടുക്കുമ്പോൾ തന്നെ കീബോർഡിലെ എല്ലാ ബട്ടൺസ് വർക്കിംഗ് ആയിരിക്കും അതില്ല ഇതായിട്ട്. ബട്ട് ചിലത് നമുക്ക് കീബോർഡിൽ വർക്കിംഗ് ആവില്ല, നമുക്ക് സ്ക്രീൻ വഴി കളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ കീ മാപ്പിംഗ് വെച്ച് നമുക്ക് ഓരോ കീയും ഏതൊക്കെ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഗൈസ്. പിന്നെ ഇതിൽ റൺ ചെയ്യുന്ന ആൻഡ്രോയിഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 60 വെർഷനാണ് ഇതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നത് ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ആണ് ഞാൻ പറയുന്നത്. അഡ്വാൻറ്റേജസ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. ബട്ട് എനിക്ക് ഈ ടാബിൽ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം, നമുക്ക് അതായത് നമ്മുടെ PC എങ്ങനെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യുന്നത്, നമുക്ക് സിസ്റ്റം മാറാൻ നമുക്ക് പ്രൊഫൈൽ മാറ്റാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിലും പ്രൊഫൈൽ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രൊഫൈൽ എടുക്കുമ്പം യൂസറിൽ നമുക്ക് കുറേ യൂസർ ആഡ് ചെയ്യാം. കുറേ നമ്മളൂടെ 2-3 യൂസർ ആഡ് ചെയ്യാം. അതല്ല നമുക്ക് ഗസ്റ്റ് ഓപ്ഷനും ഉണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മുടെ ഒരു പ്രൊഫൈൽ മെയിൻ പ്രൊഫൈലായിട്ട് വേണം, അതല്ലാതെ നമുക്ക് വേറൊരു പ്രൊഫൈലും ആഡ് ചെയ്യാം. ആ പ്രൊഫൈൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമ്മുടെ ആ പ്രൊഫൈൽ ഇപ്പോൾ ഒരു പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചാൽ ആ ലോക്ക് അൺലോക്ക് ചെയ്യാതെ തന്നെ ആ സ്ക്രീനിൽ തന്നെ നമുക്ക് വേറെ യൂസറിൻ്റെ പ്രൊഫൈലിൽ കയറാം. ആ യൂസറിൻ്റെ പ്രൊഫൈൽ കയറാൻ നമുക്ക് ഒരു ബന്ധവും കാണില്ല മുമ്പത്തെ യൂസറിൻ്റെ പ്രൊഫൈലായിട്ട്. അതായത് ഫുൾ ഫസ്റ്റ് ലാപ്ടോപ്പ് എങ്ങനെയാണ് നമ്മൾ ഓൺ ചെയ്യുന്നത് അതുപോലത്തെ എല്ലാ സെറ്റിങ്സ് നമ്മൾ ചെയ്യണം. നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം, വൈഫൈ കണക്ട് ചെയ്യണം, ജിമെയിൽ ചെയ്യണം, എല്ലാം നമുക്ക് ചെയ്യേണ്ടി വരും. ആ പ്രൊഫൈലായിട്ട് ഒരു ബന്ധവും കാണില്ല. സോ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രൈവസി കീപ്പ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഗസ്റ്റ് മോഡുണ്ട്. ഗസ്റ്റ് മോഡ് ഇതുപോലെയാണ്. പക്ഷേ ഗസ്റ്റ് മോഡിൽ നിങ്ങൾക്ക് ഈ ലാംഗ്വേജും അങ്ങനത്തെ വൈഫൈയും അങ്ങനെ സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഗസ്റ്റ് മോഡിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റർ ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് യൂസർ ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് പുതിയ ആൻഡ്രോയിഡ് ഡിവൈസ് മീൻസ് പുതിയ ഫോണോ ടാബോ എങ്ങനെയാണ് വാങ്ങുന്നത് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തേ നിങ്ങൾക്ക് പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഫീച്ചറാണ്, ബട്ട് അത്രയും മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ പോലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല ഫേസ് അൺലോക്ക് ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി ഇട്ടിട്ട് ഞാൻ പറഞ്ഞ 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് പോകും. അതിനു മുമ്പ് ഇപ്പം വേറെ യൂസറിൽ കയറി ആ യൂസറിന്റെ ഇതിൽ നമ്മുടെ ഫേസ് ക്യാമറ ഡിറ്റക്ട് ചെയ്താൽ ഈ ഫേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏത് പ്രൊഫൈലാണ് ആ പ്രൊഫൈലിലോട്ട് നേരെ സ്വിച്ച് ആവും. ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവും. നമ്മൾ ഒന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ആവും. അത് 24 മണിക്കൂർക്ക് ഉള്ളിലായിരിക്കണം. മീൻസ് ഫേസിന്റെ ഇത് ഓൺ ആയിരിക്കണം, എന്നാലേ അത് നടക്കുള്ളൂ. അത് ഗുഡ് ഫീച്ചറാണ്. ബട്ട് നമ്മൾ 24 മണിക്കൂർ അത് ഒരു ബാഡ് ഫീച്ചറാണ്. അതാണ് ഇത്. ഇപ്പൊ ലെനോവോ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി അത്
ശരിയാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ശരിയാക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ ഗൈസ്, പിന്നെ ഇതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സസറീസ് ഞാൻ പരിചയപ്പെടുത്താം. ഇത് നമുക്ക് ഒരു പൗച്ച് ആവശ്യമുണ്ട്, അതിന് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഗൈസ്, പിന്നെ ഇതിൻ്റെ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പൗച്ച് വേണം. ആ പൗച്ചാണിത്. ഇത് റോബസ്ട്രിയൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പൗച്ചാണ്, അതാണ് പേര്. റോബസ്ട്രിയൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പൗച്ചാണ്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു റബ്ബർ മെറ്റീരിയൽ ഒരു പൗച്ചാണ്. അത്യാവശ്യം നല്ല ഒരു പൗച്ചാണ്. നിങ്ങൾക്ക് ഈ ഓൺ ബട്ടണും സ്പീക്കേഴ്സിൻ്റെ എല്ലാം ഡെഡിക്കേറ്റഡ് ഉള്ള എല്ലാ ബട്ടൺ ഹോൾസും ഉണ്ട്, ക്യാമറ ഹോൾസും എല്ലാം ഉണ്ട്. സോ ഗൈസ്, പിന്നെ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ടു സ്ക്രീൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യപ്പം സ്ക്രീൻ അതായത് ഈ പൗച്ച് ഇത് ക്ലോസ് ചെയ്യുമ്പം സ്ക്രീൻ ഓഫ് ആവുകയും ടാബിൻ്റെ സ്ക്രീൻ ഓഫ് ആവുകയും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ടാബിൻ്റെ സ്ക്രീൻ ഓൺ ആവുകയും ആ ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ ടാബ് ഫെലോ കേസ് സപ്പോർട്ടഡ് ആണ്. കാരണം അതുകൊണ്ടാണ് ഇത് ഫീച്ചർ വർക്ക് ആവുന്നത് ഇതിൽ. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന അടുത്ത ആക്സറീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ കാർഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതും റോബസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ക്രീൻ കാർഡാണ്. ഇങ്ങനത്തെ ഒരു ഇതിലാണ് സ്ക്രീൻ കാർഡ് വരുന്നത്. നല്ല പാക്കേജിങ്ങിലാണ് വരുന്നത്. ഗ്ലാസ് സ്ക്രീൻ കാർഡ് പൊട്ടാത്ത നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇവരുടെ വാറണ്ടി കാർഡില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു മാനുവലോ ഇതിൻ്റെ അകത്ത് വാറണ്ടി കാർഡ് പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. മീൻസ് 30 days ഓഫ് വാറണ്ടി ആണുള്ളത്. അതായത് നിങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ 30 days ഓഫ് വാറണ്ടി അവർ തരുന്നുണ്ട്. പിന്നീട് അതിൻ്റെ വാട്സപ്പ് നമ്പറും കോളിങ്ങും എല്ലാം അതിൻ്റെ ഒരു ഫീച്ചർ മീൻസ് ആ കമ്പനിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷനും ഉണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ഉണ്ട്. ഒരു നല്ല പാക്കേജിങ്ങിലാണ് വരുന്നത്. ഗൈസ്, പിന്നെ അടുത്ത വാങ്ങിച്ച ആക്സസറി എന്ന് പറഞ്ഞാൽ ഒരു കീബോർഡാണ്. കീബോർഡ് മൗസാണ്, വയർലെസ് കീബോർഡ് മൗസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഒരു പീട്രോണിൻ്റെ കീബോർഡ് മൗസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കീബോർഡ് മൗസായിട്ട് സെറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. പീട്രോണിൻ്റെ കീബോ KW4 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് ആപ്പിളിലും വിൻഡോസിലും ലിനക്സിലും iOSിലും ആൻഡ്രോയിഡിലും എല്ലാം നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കീബോർഡ് റീചാർജബിൾ ആണ്. പക്ഷെ മൗസ് നിങ്ങൾക്ക് ബാറ്ററി വെച്ച് യൂസ് ചെയ്യണം. രണ്ടും വയർലെസ് ആണ്. കീബോർഡും മൗസും നല്ല ബാറ്ററി ഇത് റേഞ്ച് തരുന്നുണ്ട്. ബാറ്ററി തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മൗസിൻ്റെ DPI നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 ടൈപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കഴ്സറിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും 3 രീതിയിൽ. പിന്നെ ഈ കീബോർഡ് എന്ന് പറയുന്നത് പിന്നെ ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ കീബോർഡാണ്. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ എങ്ങനത്തെ കീബോർഡാണ് വരുന്നത് ആ സൈസേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് എവിടെ ആണെങ്കിലും കൊണ്ടുപോകും. അത്രയും സ്മോളാണ്. ഇതിൻ്റെ അകത്ത് ബാറ്ററി എവിടെ വെച്ചിരിക്കണമെന്ന് പോലും സംശയമാണ്, കാരണം അത്രയും സ്മോളാണ്. പിന്നെ ഇതിൻ്റെ കീസ് എല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു 3D പ്രിന്റിങ്ങിൻ്റെ ആ ഒരു ഇതിലാണ് വരുന്നത് എന്നാണ് ഒരു തോന്നൽ. അതിലാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ബാക്കിൽ മെറ്റൽ ടൈപ്പാണ്, ഫ്രണ്ടിൽ പ്ലാസ്റ്റിക് ആണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ക്വാളിറ്റിയൊക്കെ മതി. പിന്നെ മൗസ് കൊള്ളാം, നല്ലതാണ്. പിന്നെ ഈ കീബോർഡിൻ്റെ കൂടെ അവരുടെ വാറണ്ടി കാർഡും കീബോർഡ് വാറണ്ടി മീൻസ് ഒരു കാർഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇവരുടെ ഇൻസ്ട്രക്ഷനും യൂസർ മാനുവലിൻ്റെ ഒക്കെ QR കോഡ് തന്നിട്ടുണ്ട്. വാറണ്ടി ക്ലെയിം ചെയ്യാനുള്ള അവരുടെ വാറണ്ടിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവരുടെ QR കോഡ് തന്നിട്ടുണ്ട്. പിന്നെ ഈ കീബോർഡ് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു റീചാർജബിൾ കേബിളും കൂടെ അവർ തന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഗൈസ്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും ടാബും
കീബോർഡും സ്ക്രീൻ ഗാർഡും പൗച്ചും എല്ലാത്തിൻ്റെയും ഞാൻ ഗൈസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. ഗൈസ് പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ എല്ലാത്തിൻ്റെയും പ്രൈസ് എന്താക്കിയെന്ന് പറഞ്ഞാൽ ടാബിൻ്റെ പ്രൈസ് ലെനോവോ ഐഡിയ ടാബ് വൈഫൈ ഉള്ളി മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 21,999 അതിൻ്റെ പ്രൈസ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ പൗച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 599 ഈ പൗച്ചിൻ്റെ പ്രൈസ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ സ്ക്രീൻ ഗാർഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 ഈ സ്ക്രീൻ ഗാർഡിൻ്റെ പ്രൈസ്. പിന്നെ ഈ കീബോർഡ് മൗസ് സ്പീക്കറുടെ കീബോർഡ് മൗസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 899 ഈ കീബോർഡ് മൗസിൻ്റെ പ്രൈസ്. സോ ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി കുറച്ച് ക്ലിയർ കുറവായിരിക്കും, കാരണം ഇപ്പം പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഡിസ്റ്റർബൻസ് വരുമ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കുറച്ച് കുറവാണ്, കാരണം ഞാൻ വേറെ ഡിവൈസിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഫോൺ ഇപ്പം ഇതിന് യൂസ് ചെയ്തിരിക്കുകയാണ്. സോ അതിന് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ ഗൈസ്, പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഏത് ഫോണിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ എക്കോസിസ്റ്റം ഇപ്പോൾ ഐഫോൺ ടൈപ്പ് സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ അതിൻ്റെ ഫോണിലേക്ക് മാത്രമേ ടാബിലായാലും അതിൻ്റെ ടാബും അതിൻ്റെ ഫോണാണെങ്കിലും മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഈ ലെനോവോ ടാബിൽ നമുക്ക് ഏത് ഡിവൈസിനാണെങ്കിലും കണക്ട് ചെയ്യാം. പക്ഷേ അതിലൊരു ആപ്പ് കയറ്റിയാൽ നമുക്ക് ഏത് ഫോണായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ ഇപ്പം ഇന്ത്യയിൽ ഇരിക്കുന്ന ഈ ലെനോവോ ടാബും ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു സാംസങ് ഫോണാണ്. ഇതിൽ ഞാൻ സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഈ ടാബിൽ നമുക്ക് ഓൾറെഡി സ്മാർട്ട് കണക്ട് എന്ന ആപ്പ് ഇൻസ്റ്റാളില്ല, ഇതിനകത്ത് കാണും, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സ്മാർട്ട് കണക്ട് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് രണ്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സെയിം വൈഫൈയും പിന്നെ രണ്ടിൻ്റെയും ബ്ലൂടൂത്ത് ഓൺ ആയിരുന്നു നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് ഫോണിൽ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ചാർജ് എത്ര എന്ന് അറിയാൻ പറ്റും. പിന്നെ സെയിം വൈഫൈ ഒന്നുമില്ല, നമുക്ക് ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് വെച്ച് ഇതിനകത്ത് കണക്ട് ചെയ്താൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നീട് പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ടാബിലായാലും ഈ ഫോണിൻ്റെ ചാർജ് എത്രയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ഫോണിലെ ഫോട്ടോസ്, നമ്മൾ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും അതിൻ്റെ ഗാലറിയിലുള്ള എല്ലാ ഇതായാലും നമുക്ക് ഫോട്ടോസ് ആയാലും ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും ഡോക്യുമെന്റ്സ് ആയാലും ഓഡിയോസ് ആയാലും ഡൗൺലോഡ് ഫോണിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് മീൻസ് എന്തൊക്കെ ഫയൽസ് ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും ഡോക്യുമെന്റ്സ് ആയാലും ഓഡിയോസ് ആയാലും ഡൗൺലോഡ്സ് ആയാലും എല്ലാം നമുക്ക് ഈ ടാബിൽ നമുക്ക് സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മളൊരു അല്ലെങ്കിൽ നമ്മൾ ഫോണിലെ ഒരു പിക്ചറോ എന്തെങ്കിലും വാക്കോ അത് നമുക്ക് ടാബിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്മാർട്ട് ഷെയർ ഹബ്ബ് എന്ന് പറഞ്ഞ ക്ലിപ്പ്ബോർഡ് ഷെയർ ഹബ്ബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ഫോണിലൊരു സൈഡിലൊരു ഇതായിട്ട് കാണാം. നമ്മളത് ഒരു പിക്ചർ നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്താലും ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഡ്രാഗ് ചെയ്യപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ആയിട്ട് ഒരു പോപ്പപ്പ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ നേരെ നമ്മുടെ ടാബിൽ അത് നമുക്ക് വരും. ടാബിൽ നമുക്കത് എടുക്കാം. നമ്മുടെ ക്ലിപ്പ് ബോർഡ് ആയാലും നമ്മൾ ടാബിൽ എന്ത് വാക്ക് നമ്മൾ കോപ്പി ചെയ്താലും നേരെ ഫോണിലെ ക്ലിപ്പ് ബോർഡിൽ വരും. സെയിം ബട്ട് ഫോണിൽ നമ്മൾ കോപ്പി ചെയ്യുന്ന ടാബിൽ വരില്ല. പക്ഷെ നമ്മൾ ഫോണിൽ കോപ്പി ചെയ്യുന്നത് നമ്മളത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ ഷെയർ ഹബ്ബിൽ പേസ്റ്റ് ചെയ്താൽ മീൻസ് ഷെയർ ഹബ്ബിൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ നമ്മുടെ ടാബിൽ അത് വരും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. രണ്ടും കണക്ട് ചെയ്തിട്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് മെയിനായിട്ട് എനിക്കിപ്പം ഇതാണ് കംഫർട്ട്. കാരണം ടാബ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, ഫോൺ എനിക്ക് ഷൂട്ടിങ് യൂസ് ചെയ്യാം. ഇപ്പം ഷൂട്ടിങ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ക്വിക്ക് ഷെയർ വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, ബട്ട് അത് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇപ്പം നമ്മൾ 5 മിനിറ്റ് വീഡിയോസ് ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇപ്പോൾ ഹെവി വീഡിയോസ് 30 മിനിറ്റ് 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ക്വിക്ക് ഷെയർ വഴി ഷെയർ ചെയ്താലും നമ്മൾ സമയമെടുക്കും, നെറ്റിൻ്റെ സ്പീഡും സമയമെടുക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടാബിൽ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് എടുത്താൽ നമ്മൾ വീഡിയോ സെലക്ട് ചെയ്യണം, ഇമേജ് സെലക്ട് ചെയ്യണം, മറ്റേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈസിൻ്റെ സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ഗാലറി ഓപ്ഷൻ ഇല്ല. നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് വേണം നമ്മൾ ആ ഇമേജസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, സ്മാർട്ട് കണക്ട് എന്ന് നമ്മുടെ ഡിവൈസിൻ്റെ പേര് അതിൻ്റെ ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ
അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോണിൻ്റെ അകത്തോട്ട് എല്ലാം നമുക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആപ്പിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർക്കാന്നുള്ളത് ചേർക്കാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നമുക്ക് ഷെയർ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം സാംസങ്ങിൻ്റെ ആയാലും ആപ്പിളിൻ്റെ ആയാലും നിങ്ങൾക്ക് സെയിം കമ്പനിയുടെ ഡിവൈസ് ചെയ്യാം. പക്ഷേ ഈ ലെനോവോ ടാബിൽ അങ്ങനെയില്ല. നമുക്ക് ഏത് ഡിവൈസായിട്ട് കണക്ട് ചെയ്യാം. പിന്നീട് ഒരു കാര്യം, എനിക്ക് ഈ സ്മാർട്ട് കണക്റ്റിൽ ഇയർബഡ്സും സ്പീക്കറും സ്മാർട്ട് വാച്ചും എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അതെല്ലാം കണക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മോട്ടോ ബഡ്സും മോട്ടോയുടെ സ്പീക്കറും മോട്ടോയുടെ സ്മാർട്ട് വാച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്മാർട്ട് കണക്റ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഫോൺ നമുക്ക് ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സ്മാർട്ട് കണക്ട് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഏത് ഫോണായാലും നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതാണ് എനിക്ക് ഈ ടാബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.